ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി പഴംപൊരിയും ബീഫും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല കിടിലം വൈബ്. അതും കടലിന്റെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ നേരെ ശംഖുമുഖത്ത് വന്നാൽ മതി. ശംഖുമുഖത്ത് ചായ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കടമുണ്ട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിഷാണ് പഴംപൊരിയും ബീഫും. അതുകൂടാത്തുള്ള വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള മലബാറി ഡിഷസ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ 50ഓളം മലബാറി സ്നാക്സിനോടൊപ്പം തന്നെ നല്ല കിടിലം പോക്കറ്റ് ഷവർമയും മുട്ട മസാലയും മുട്ട മടക്കും ഏലാഞ്ചിയും കായ്പോളയും അടക്കം ഒട്ടനവധി എണ്ണയിൽ പൊരിച്ചിട്ടുള്ള സ്നാക്സുകളും അല്ലാത്ത ഹോം മെയ്ഡ് സ്നാക്സുകളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരിടത്തും ഇല്ലാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബീച്ച് ആംബിയൻസിൽ സ്നാക്സ് വാങ്ങിച്ചിട്ട് പോയി കഴിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അടിപൊളി ഇടിവെട്ട് ഒരു കോംബോ ഓഫറുണ്ട്. പഴംപൊരിയും ബീഫും അത് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഒരു കോംബോയും വാങ്ങിച്ചിട്ട് തൊട്ടടുത്തുള്ള നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ ആ ഒരു ആംബിയൻസിൽ ഇഷ്ടംപോലെ കട്ടനൊക്കെ വാങ്ങിച്ചിട്ട് ആ സൈഡിൽ പോയിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബായിരിക്കും. അപ്പം ഞാനും ഇർഫാനും കൂടെ 3 പഴംപൊരിയും ബീഫും കൂടെ ചേർത്തിട്ടുള്ള കോംബോ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ ബീച്ചിലോട്ട് വച്ചു പിടിച്ചു. അവിടെ നിന്ന് പല ആംഗിൾസിൽ ഫുഡ് കഴിക്കുന്ന വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇർഫാനും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ചായ് ജംഗ്ഷൻ്റെ അകത്തോട്ട് വരുന്നു. അവിടെയും കുറേ മലബാറി സ്നാക്സ് ഐറ്റംസിലുണ്ട്. അതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്ന് തന്നെ മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ശംഖുമുഖത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ എയർ കാർഗോയുടെ തൊട്ടടുത്തുള്ള ഈ ഒരു ചായ് ജംഗ്ഷൻ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടപ്പെടും. കിടിലം സ്പോട്ട് കൂടിയാണ്. ഈവനിങ് ചായ കുടിക്കാൻ ഫ്രണ്ട്സായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചായക്കട. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുമ്പം ഇതും പഴംപൊരിയും ബീഫുമാണ് ഹൈലൈറ്റ്. അതിൻ്റെ കൊള്ളാം, നല്ല ഓപ്ഷനാണ്. പഴംപൊരിയും ബീഫും കഴിക്കുമ്പോൾ നമുക്ക് ബീച്ച് വൈബിൽ നിന്ന് കഴിക്കാം, പിന്നെ നമുക്ക് അകത്തിരുന്ന് കഴിക്കാം, ബീച്ച് വൈബിലും കഴിക്കാം. പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ആദ്യം. ചായ അടിക്കുന്ന സ്റ്റൈലൊക്കെ നോക്കിയാൽ പാലൊക്കെ നല്ല കൊക്കിയൊക്കെ അടിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഉള്ളത് ചട്ടിപ്പത്തിരി ഉണ്ട്, പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബീഫും പഴംപൊരി ഉണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം, നമുക്ക് വേണമെങ്കിൽ ആ വരമ്പ് പോയിരുന്ന് വേണമെങ്കിലും കഴിക്കാം. അതാകുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. കൊള്ളാം. ചായപത്രി നല്ല ഐറ്റമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇഷ്ടംപോലെ വെറൈറ്റീസ് അവൈലബിൾ ആണ്. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ശംഖുമുഖത്ത് വരുമ്പോൾ ബീച്ച് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വെറൈറ്റി സ്നാക്സ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ചായ് ജംഗ്ഷൻ. ബീച്ച് ചായ വൈബാണ് ചായ് ജംഗ്ഷൻ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സുഖമായിട്ട് വന്ന് കഴിക്കാം, ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. കൊള്ളാം, അത്യാവശ്യം നല്ലതാണ്, സൂപ്പറാണ്. ഇവിടുത്തെ ഒരു ഐറ്റം പഴംപൊരി ബീഫും നൈസാണ്. ബീച്ച് സൈഡിലിരുന്ന ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ അടിപൊളിയാണ് ചായ പഴംപൊരി ബീഫ്. ഇവിടെ ഇരുന്ന് കഴിക്കാം, ബീച്ച് സൈഡിലൊക്കെ അവിടെ പോയിട്ട് അവിടെ നിന്നും കഴിക്കാം. എല്ലാവരുടെ അടുത്തും കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു പഴംപൊരി ബീഫ്. ശരി, ഓക്കെ.